കൊല്ലത്തെ തീരങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകൾ കരമാർഗം നീക്കം ചെയ്യും. കടൽമാർഗം കൊണ്ടുപോകാൻ കഴിയാത്ത കണ്ടെയ്നറുകളാണ് കരമാർഗം നീക്കം ചെയ്യുക. ശക്തികുളങ്ങര തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളാണ് ആദ്യം ഗ്ലാസ് കട്ടിംഗ് നടത്തി പൊളിക്കുന്നത്. മനോജിന്റെ റിപ്പോർട്ടിലേക്ക്. കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നേരത്തെ തന്നെ, അതായത് ഇപ്പോൾ ശക്തികുളങ്ങരയിലുള്ള ഈ കണ്ടെയ്നർ കരയിലേക്ക് കയറ്റി വയ്ക്കുന്ന, അതായത് ക്രെയിൻ ഉപയോഗിച്ച് കരയിലേക്ക് കയറ്റി വയ്ക്കുന്ന പ്രവർത്തനങ്ങളാണ് തുടരുന്നത്. ഇനിയും കണ്ടെയ്നറുകൾ ഈ തീരത്തേക്ക് നിരവധിയുണ്ട് അടിഞ്ഞിട്ടുള്ളത്. അതൊക്കെ തന്നെ മാറ്റേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആണ് ആദ്യമായി, അതായത് ഈ ഒഴുകി നടന്ന കണ്ടെയ്നർ കൊല്ലം പോർട്ടിലേക്ക് എത്തിച്ചത്. ഒരു കണ്ടെയ്നറാണ് അത്തരത്തിൽ എത്തിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതിനെ ക്രെയിൻ കൊണ്ടുവന്ന് ലിഫ്റ്റ് ചെയ്ത് പോർട്ടിനുള്ളിലേക്ക് വെച്ചിരുന്നു. അതിനകത്ത് തന്നെ ചില ഉണ്ടായിരുന്ന പദാർത്ഥങ്ങളെന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പദാർത്ഥമാണ്. അത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ കടലിൻ്റെ ഭാഗത്തൊക്കെ ഒഴുകി നടക്കുന്നതും നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്തായാലും നിലവിലുള്ള കണ്ടെയ്നറുകൾ കൂടെ ഈ കരയിലേക്ക് കയറ്റുവാനുള്ള ശ്രമം തുടരുന്നുണ്ട്. ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതിയോടൊക്കെ കൂടി തന്നെയായിരിക്കും ഈ കണ്ടെയ്നറുകൾ പൊളിച്ച് മാറ്റി കൊണ്ടുപോകുക. അതായത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൊളിച്ച് മാറ്റി മാത്രമേ റോഡിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കടൽ മാർഗം കൊണ്ടുപോകുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാറ്റും അതോടൊപ്പം തിരയും രൂക്ഷമായ സാഹചര്യത്തിൽ ബോട്ടുകൾ ഇറക്കുന്നതിലും വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. എന്തായാലും ഈ കപ്പൽ കമ്പനി നിയോഗിച്ച ടീം അംഗങ്ങൾ ഇവിടെ ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഏതൊക്കെ തരത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുമോ അത്തരത്തിലൊക്കെ അവർ ശ്രമിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുലർച്ചെ മുതൽ തന്നെ ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പക്ഷേ ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത് വൈകുമെന്നാണ് അറിയിച്ചിരുന്നത്. കാരണം അതിൻ്റെ പ്രതിസന്ധികൾ ഇതൊക്കെയാണ്. ഈ മോശം കാലാവസ്ഥയും അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ കിടക്കുന്ന ആ ഒരു രീതിയും. അതായത് നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, 3 എണ്ണമുള്ള ഒരു സെറ്റൊക്കെയാണ് കിടക്കുന്നത്. അതിനെ 3ആയി വേർതിരിച്ച് ലിഫ്റ്റ് ചെയ്ത് മാറ്റിവെച്ച ശേഷം ഇനി ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു മാത്രമേ ഇതൊക്കെ മുറിച്ചു മാറ്റി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കണ്ടെയ്നറുകൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഉൾപ്പെടെ ഒഴുകി പോയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടു കൂടി സംയുക്തമായിട്ടുള്ള തീരുമാനങ്ങളോടു കൂടിയായിരിക്കും ഈ കണ്ടെയ്നറുകൾ പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്യുക. അത്തരത്തിലുള്ള സമയം ആവശ്യമാണ് എന്നുള്ള കാര്യവും ഇവിടെ ടീം അംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പെട്ടെന്ന് എടുത്തു മാറ്റാൻ സാധിക്കുന്നതല്ല. എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങൾ തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ബിജു പരവൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.